നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാ സ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ സെഗ്മെൻറ്റിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ നമ്മൾ യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം യാത്രാസ്നേഹി എന്ന പേരിൽ തന്നെ പേജസ് ഉണ്ട്. അപ്പം അതെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. അതിലും വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻഫർമേഷൻ നോക്കാം. നമ്മൾ ഇന്ന് ആദ്യം പറയാൻ പോകുന്നത്, നമുക്ക് പൊതുവേ പബ്ലിക് ടാക്സികളുണ്ട് അല്ലേ? അതായത് കാറുകളാണെങ്കിലും ജീപ്പുകളാണെങ്കിലും ബസ്സുകളാണെങ്കിലും എല്ലാം പബ്ലിക് ടാക്സികളുണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം ചില രാജ്യങ്ങളിലൊക്കെ ഇതിനൊക്കെ പ്രത്യേകം മഞ്ഞ കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പബ്ലിക് ആണെന്ന് അറിയിക്കാനായിട്ട്. ഓരോ രാജ്യത്തിനനുസരിച്ച് അവർ പ്രത്യേക കളറുകളുണ്ടാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഞ്ഞ ടാക്സികൾ പൊതുവേ കുറവാണ്. നോർത്ത് ഇന്ത്യയിൽ കുറച്ച് കാണാറുണ്ടെങ്കിലും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മഞ്ഞ കളറിലുള്ള ടാക്സികളും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളും കുറവാണ്. അതിന് പകരം പബ്ലിക് ആണെന്ന് അറിയിക്കാനായിട്ട് അവരെ നമ്പർ പ്ലേറ്റിലാണ് മഞ്ഞ കളർ കാണുക അല്ലേ? അപ്പം പ്രൈവറ്റിന് വേറെ അല്ലെങ്കിൽ പബ്ലിക്കിനാണെങ്കിൽ മഞ്ഞ കളറിൽ കറുത്ത അക്ഷരങ്ങളിലാണ് നമ്പർ പ്ലേറ്റുകൾ എഴുതി കാണുക. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ പബ്ലിക് ടാക്സികളും ജീപ്പുകളും ബസ്സുകളും എല്ലാം ഉണ്ടെങ്കിലും ഈ പബ്ലിക് ബൈക്കുകൾ ഇതുവരെ ഇല്ലല്ലേ നമ്മുടെ നാട്ടിൽ? പല രാജ്യങ്ങളിലും പബ്ലിക് ബൈക്കുകളുണ്ട്. കാരണം ആർക്കെങ്കിലും ഒരാളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരിടത്തേക്ക് എത്തിക്കാനാണെങ്കിൽ ഇവർ പബ്ലിക് ബൈക്കുകൾ രജിസ്റ്റർ ചെയ്തത് അവിടെ നിർത്തിയിട്ടുണ്ടാവും. അവിടെ പോയി എവിടെ പോകണം എന്നുള്ള അഡ്രസ്സോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ അവരവിടെ എത്തിച്ചു കൊടുക്കും. അതിനൊരു നിശ്ചിത ഫീസ് കൊടുത്താൽ മതിയാവും. അതിനൊക്കെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന പബ്ലിക് ബൈക്കുകളാണ് ഉള്ളത്. അപ്പം അങ്ങനെയുള്ള സംവിധാനം ഇതുവരെ നമ്മുടെ ഇന്ത്യയിലില്ല. അപ്പോൾ അതിനുള്ള ഒരു നിയമ ഭേദഗതി വരുന്നു എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേന്ദ്ര സർക്കാർ അതിനുവേണ്ടി നിയമ ഭേദഗതി കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. വരുമോ മഞ്ഞ നമ്പർ പ്ലേറ്റുമായി ടാക്സി ബൈക്കുകൾ? ഇരുചക്ര ടാക്സികൾ നിയമവിധേയമാക്കാൻ മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതിയുമായി കേന്ദ്രം. ഇരുചക്ര ടാക്സികൾ നിയമവിധേയമാക്കാൻ മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ. മോട്ടോർ വാഹന നിയമത്തിൽ ടാക്സി വാഹനങ്ങളെക്കുറിച്ച് പറയുന്ന കോൺട്രാക്റ്റ് കാരിയർ നിർവചനത്തിൽ ഇരുചക്ര വാഹനങ്ങളെയും ഉൾപ്പെടുത്തിയ കരടു മാർഗരേഖ പൊതുജനാഭിപ്രായം തേടുന്നതിനായി ഗതാഗത മന്ത്രാലയം പുറത്തിറക്കി. കരടുരേഖ അംഗീകരിക്കപ്പെട്ടാൽ ബൈക്കുകളും സ്കൂട്ടറുകളും ടാക്സി രജിസ്ട്രേഷൻ നേടി മഞ്ഞ നമ്പർ പ്ലേറ്റുമായി നിരത്തിലിറങ്ങും. ഓല, ഊബർ പോലുള്ള ഓൺലൈൻ ടാക്സികൾ നിലവിൽ ബൈക്ക് ടാക്സി സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഇവയ്ക്ക് നിയമ പിന്തുണയില്ല. കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം ബൈക്ക് ടാക്സികൾക്ക് വിലക്കുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ചട്ടവിരുദ്ധമാണ്. ആദ്യം പിടിവീണാൽ 5000 രൂപ വരെ പിഴ ഈടാക്കാം. രണ്ടാമതും പിടിക്കപ്പെട്ടാൽ 10000 രൂപയും പിന്നീട് 1 ലക്ഷം രൂപ വരെയും ആകാം. 1 വർഷം വരെ തടവും ലഭിക്കാം. അംഗീകൃത ടാക്സികളിൽ യാത്രക്കാരന് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. റോഡ് ടാക്സ്, പ്രത്യേക പെർമിറ്റ് എന്നിവ സഹിതമാണ് ഇവ സർവീസ് നടത്തുക. പുതിയ ഭേദഗതി വരുന്നതോടെ കാറുകളും ഓട്ടോയും പോലെ തന്നെ ബൈക്കുകൾക്കും ടാക്സി സർവീസ് നടത്താം. രജിസ്ട്രേഷൻ സമയത്ത് അധിക ടാക്സും പെർമിറ്റും തുകയും അടയ്ക്കുകയും നിർദ്ദിഷ്ട കാലയളവിൽ പുതുക്കുകയും വേണം. ഒക്ടോബർ 15 വരെ ഭേദഗതിയിൽ പൊതുജനാഭിപ്രായം അറിയിക്കാം. അപ്പോൾ ഇങ്ങനൊരു ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പൊതുജനാഭിപ്രായം അറിയിക്കാനായിട്ട് അവർ ഒക്ടോബർ 15 വരെ സമയം അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവെയുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞ ശേഷം അതിനുള്ള തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഫർമേഷനിലോട്ട് നോക്കാം. മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ പൊതുജനങ്ങളുടെ പരാതികൾ ഒന്നിച്ച് പരിഹരിക്കുന്നതിനുള്ള ഒരു തദ്ദേശ അദാലത്ത് നടത്തുന്നു എന്നതിനെക്കുറിച്ച്. അങ്ങനെ തദ്ദേശ അദാലത്ത് നടത്തുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഒന്നിച്ച് കുറേ പരാതികൾ വരും, അതിൽ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൽ നടപടിയെടുക്കാനും സാധിക്കും. അങ്ങനെ തദ്ദേശ അദാലത്ത് പാലക്കാട് ജില്ലയിൽ നടത്തുകയും അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തദ്ദേശ അദാലത്ത് 37 വിഷയങ്ങളിൽ ചട്ടഭേദഗതിയും പൊതുനിർദ്ദേശവും. വീടിന് താൽക്കാലിക നമ്പറെങ്കിലും ഉടമസ്ഥാവകാശം കൈമാറാം. പട്ടികവർഗ സങ്കേതങ്ങളിൽ വീടിന് പട്ടയവും നികുതി രസീതും ഇല്ലെന്ന കാരണത്താൽ നമ്പർ നിഷേധിക്കില്ല.
താൽക്കാലിക നമ്പറുള്ള വീടുകളുടെ ഉടമസ്ഥാവകാശം ഇനി മുതൽ നിബന്ധനകൾക്ക് വിധേയമായി കൈമാറാം. ആദ്യത്തെ ഉടമയ്ക്ക് UA നമ്പർ നൽകിയപ്പോഴുള്ള നിബന്ധനകൾ പുതിയ ഉടമയ്ക്കും ബാധകമാകും. പട്ടികവർഗ സങ്കേതങ്ങളിൽ വളരെ കാലമായി താമസിക്കുന്ന സ്ഥലത്തെ വീടിന് പട്ടയവോ നികുതി രസീതും ഇല്ലെന്ന കാരണത്താൽ നമ്പർ നിഷേധിക്കില്ല. ഊരുഭൂമിയാണെങ്കിൽ നമ്പറും റവന്യൂ ഭൂമിയാണെങ്കിൽ UA നമ്പറും നിബന്ധനകളോടെ ലഭ്യമാക്കും. ലൈഫ് ഭവന പദ്ധതിയിലെ വീടുകൾക്ക് UA നമ്പറാണ് നൽകുന്നതെങ്കിലും അവസാന ഘടകവും ലഭിക്കും. 60 ചതുരശ്ര മീറ്ററിൽ താഴെ വിസ്തീർണമുള്ള UA നമ്പറുള്ള വീടുകളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ തദ്ദേശ അദാലത്തിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇവയുൾപ്പെടെ പൊതു സ്വഭാവമുള്ള 37 വിഷയങ്ങളിൽ ചട്ടഭേദഗതിയും പൊതുനിർദ്ദേശവും സ്വീകരിക്കാൻ തദ്ദേശ വകുപ്പ് തീരുമാനിച്ചു. അദാലത്തിൽ ആകെ ലഭിച്ച 17,799 പരാതികളിൽ 16,767 എണ്ണവും തീർപ്പാക്കി. ഇനി ഇതിൽ പ്രധാന തീരുമാനങ്ങളും ചട്ടഭേദഗതിയും എന്തൊക്കെയാണ് വന്നതെന്ന് നോക്കാം. കെട്ടിടങ്ങളിലെ എമർജൻസി എക്സിറ്റിലേക്കുള്ള യാത്രാദൂരം 30 മീറ്ററിൽ നിന്ന് 45 മീറ്ററാക്കി ഉയർത്തും. തീരദേശ പരിപാലന നിയമപരിധിയിൽ അനുമതി വാങ്ങാതെ നിർമ്മിച്ച വീടുകൾ ക്രമവൽക്കരിക്കാൻ സമയം നീട്ടുന്നതിന് കേരള കോസ്റ്റൽ മാനേജ്മെന്റ് അതോറിറ്റിയോട് ശുപാർശ ചെയ്തു. കെട്ടിട നിർമ്മാണ ചട്ടം നിലവിൽ വരുന്നതിനു മുൻപ് നിർമ്മിച്ച നോൺ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒക്കുപൻസി ചേഞ്ച് നിർബന്ധമാക്കാതെ ലൈസൻസ് തുടർന്നും നൽകും. കെട്ടിട നിർമ്മാണ പെർമിറ്റ് എടുത്ത ശേഷം നിർമ്മാണം ഉപേക്ഷിച്ചാൽ ഈടാക്കിയ അധിക FIR ഫീസ് തിരിച്ചു നൽകും. അധിക FIR ഫീസ് അടച്ച് പെർമിറ്റ് എടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം കെട്ടിടം നിശ്ചിത FIR പരിധിയിലാണെങ്കിലും ഒടുക്കിയ അധിക ഫീസ് തിരിച്ചു നൽകും. ഫീസ് വാങ്ങാതെ സൗജന്യമായി പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾ, വൃദ്ധസദനങ്ങൾ, അഗതി മന്ദിരങ്ങൾ എന്നിവയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സൂപ്പർവിഷൻ ചാർജ് ഒഴിവാക്കും. തെറ്റായി നൽകിയ പെർമിറ്റ് പ്രകാരം വീട് നിർമ്മിക്കുകയും ഒക്യുപ്പൻസി സമയത്ത് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്ന കേസുകളിൽ ഒക്യുപ്പൻസി അനുവദിക്കാൻ പൊതുസമീപനം സ്വീകരിക്കും. തെറ്റായി പെർമിറ്റ് നൽകിയ ഉദ്യോഗസ്ഥർക്കും രേഖകൾ തയ്യാറാക്കിയ ലൈസൻസിക്കുമെതിരെ നടപടിയെടുക്കും. വീഡിയോ കോൺഫറൻസിലൂടെ വിവാഹ രജിസ്ട്രാർക്ക് മുൻപിൽ ഹാജരാകാനുള്ള സൗകര്യം എല്ലാവർക്കും ലഭ്യമാക്കും. ഗസറ്റിൽ പേര് മാറ്റിയാൽ വിവാഹ രജിസ്റ്ററിലെയും സർട്ടിഫിക്കറ്റിലെയും പേര് തിരുത്താം. സെറിബ്രൽ പൾസി ബാധിച്ച കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഡയപ്പർ വാങ്ങാൻ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ സഹായം ലഭ്യമാക്കും. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള സ്വന്തം താമസത്തിന് ഉപയോഗിക്കുന്ന വീടുകൾക്ക് 2024-25 വരെയുള്ള വസ്തുനികുതി പിഴപ്പലിശ ഒഴിവാക്കും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വസ്തുനികുതി, വാടക തുടങ്ങിയവയ്ക്ക് കൂട്ടുപലിശ ഒഴിവാക്കി ക്രമപ്പലിശ മാത്രം ഈടാക്കും. കെട്ടിട നിർമ്മാണ നിബന്ധനകളെല്ലാം പാലിച്ചിട്ടുണ്ടെങ്കിൽ പ്ലോട്ട് ഏരിയയിൽ കുറവോ കൂടുതലോ വന്നു എന്ന കാരണത്താൽ മാത്രം പെർമിറ്റ് റദ്ദാക്കില്ല. താമസ ആവശ്യത്തിനുള്ള വീട് നിർമ്മിക്കാൻ പെർമിറ്റിനും നമ്പറിനും ദേശീയ സർവീസ് റോഡിൽ നിന്ന് ആക്സസ് പെർമിഷൻ നിർബന്ധമല്ല. റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങളുടെ ശേഷിക്കുന്ന ഭാഗം വിസ്തൃതിയും നിലകളുടെ എണ്ണവും അധികരിക്കാതെ ബലപ്പെടുത്താൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അനുമതി നൽകാം. സൗജന്യമായി ഭൂമി വിട്ടു നൽകാത്തവർക്കും ഇളവ് ലഭിക്കും. ചട്ടങ്ങൾക്ക് വിധേയമായി വീടിന് മുന്നിൽ വശങ്ങൾ തുറന്ന നിലയിൽ ഷീറ്റിടുന്നത് പ്രത്യേക നിർമ്മിതിയായി കണക്കാക്കില്ല. ഷീറ്റിടുന്ന ഭാഗത്ത് തറ നിർമ്മിക്കരുത്. ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണത്തിലിരിക്കെ പുനർനിർമ്മിക്കാനാകാത്ത വിധം പ്രകൃതി ദുരന്തത്തിൽ വീട് തകർന്നാൽ തിരിച്ചടവിൽ നിബന്ധനകളോടെ ഇളവ് അനുവദിക്കും. ഇങ്ങനെ ഒരു 10-20ഓളം വിഷയങ്ങളിലാണ് കുറേ നടപടികൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയി വായിച്ചത്. മെയിനായിട്ട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ പെർമിറ്റും ഫീസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ അനുവദിക്കപ്പെട്ട അളവിലാണോ ഇത് പണിതിരിക്കുന്നത്, അതുപോലെ ഷീറ്റ് ഇറക്കുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. മൂന്നാമതായി പറയാനുള്ളത്, കള്ള് വ്യവസായ തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് നൽകുന്നതിനുള്ള ഒരു അപേക്ഷ ക്ഷണിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ക്ലിപ്പിംഗ്സ് ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ കോഴ്സുകൾ പറയുന്നുണ്ട് കേട്ടോ. ആ കോഴ്സുകൾ പറയുന്നതിൽ ഇപ്പോൾ പഠിക്കാൻ ചേർന്ന കുട്ടികൾക്ക് ഇത് പ്രകാരം ഒക്ടോബർ 20 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവരെ മാർക്ക് ലിസ്റ്റും അലോട്ട്മെൻറ്റ് ലഭിച്ച കത്തും ഇതെല്ലാം ഇതിനോടുകൂടെ സമർപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഈ ക്ലിപ്പിംഗ്സ് ഞാനിവിടെ ഇട്ടേക്കാം. അപ്പം ഇത് തന്നെ അതിനുശേഷം വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിലാണ് അപേക്ഷ ലഭിക്കുക. അപ്പോൾ അവിടെ നിന്ന് അപേക്ഷ സ്വീകരിച്ച ശേഷം ഇത് അപേക്ഷ നിങ്ങൾ വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കാനുള്ള നമ്പറും കൂടിയുണ്ട്. അപ്പം ഇത്രയുള്ള വിവരങ്ങൾ, ഇന്നത്തെ അപ്ഡേറ്റ്സ് അവസാനിക്കുന്നു. അപ്പം യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.